അച്ഛൻ എത്ര വർഷം കൊണ്ട് തരാം മരുത്ത മലയിൽ അച്ഛൻ സന്യാസ ജീവിതത്തിൽ അച്ഛന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്മളെ സ്വന്തം പിതാവിനെ സമാധിയായി ഇരുത്തിന ഇവരുടെ അവകാശവാദം. ഇതില് ഏറ്റവും രസകരമായിട്ട് നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മകൻ അതിലൊരു ആൾ വിളിച്ചു പറയുന്നുണ്ട്, അതായത് മുസ്ലിം തീവ്രവാദികൾ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നത്. ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം വ്യക്തികളോ ഈ വിഷയത്തിൽ ഇടപെട്ടതായി ഇതുവരെ ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ കൂട്ടി ആർക്കെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഇതിനെ മറ്റൊരു വശം ചേർക്കാൻ വേണ്ടിയിട്ടല്ലേ ആ മകൻ അങ്ങനെ വിളിച്ചു പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു നിയമമുണ്ട്, അപ്പൊ ആ നിയമം എല്ലാവർക്കും ബാധകമാണ്. അവിടെ മതമോ ജാതിയോ ഒന്നും വേർതിരിവില്ല. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമമാണ്. അപ്പൊ ഒരു വ്യക്തി അതായത് 10-75 വയസ്സുള്ള ഒരു ആള് ഇങ്ങനെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരു സമയത്ത് പരാതി ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഉള്ള നിയമം അനുസരിച്ചിട്ട് ആ കുഴിമാടത്തിൽ നിന്ന് ആ വ്യക്തിയെ എടുത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആ മരണം ഏത് രീതിയിലാണോ സ്ഥിരീകരിക്കുക, ഒരുപക്ഷെ കൊലപാതകമായിരിക്കാം, ആ മക്കൾ അവകാശപ്പെടുന്നത് പോലെ സമാധിയായിരിക്കാം. അപ്പൊ അതിനൊരു തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഇടയിൽ ആ മകൻ വിളിച്ചു പറയുന്നത് മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇതിൽ നല്ലവരായ ഹൈന്ദവ വിശ്വാസികളൊന്നും ഈ സംഭവത്തെ ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നില്ല. ഇതെല്ലാം ശുദ്ധ പോക്കിത്രം എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കുന്നതിൽ വളരെ ദുഃഖമുണ്ട്. ഇവിടെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ ഇടപെടുകയല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തെ ഒരു നിയമമുണ്ട്, നമ്മുടെ നാട്ടിലെ ഒരു നിയമമുണ്ട്. ആ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് അവിടെ എത്തിയ സമയത്ത് ഇങ്ങനെയുള്ള ഒരു വർഗീയപരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഈ പ്രശ്നത്തിന്റെ രീതി എത്രത്തോളം ഗൗരവകരമാണ്. ഇതിലൊരു പക്ഷം പേര് അവരോടൊപ്പം മക്കളോടൊപ്പം ആ അമ്മയോടൊപ്പം ചേർന്ന് പിടിച്ചിട്ട് ഈ സംഭവത്തെ ഇത്രത്തോളം വലിയൊരു പർവ്വതീകരിക്കുന്ന തരത്തിലേക്കും എത്തിക്കപ്പെട്ടു. ഇപ്പോൾ ഹൈക്കോടതിയിലേക്കാണ് ഇപ്പോൾ കേസ് പോയിട്ടുള്ളത്. അതായത് മക്കള് ഈ സമാധിയായ സ്ഥലം പൊളിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അപ്പൊ ഇതിലെന്തോ ദുരൂഹത ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ്. ദുരൂഹത ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ കല്ലറ പൊളിച്ചിട്ട് ആ ബോഡി പുറത്തെടുത്തിട്ട് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് അധികാരികൾ ശ്രമിക്കുന്നത്. പോലീസ് അധികാരികളും അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂടവും. പക്ഷെ അതിന് ഈ മക്കളും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ ഇത്രമാത്രം എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവർ ആ രീതിയിൽ, അതായത് നിയമത്തെ അനുസരിച്ച് നിയമത്തോടുകൂടി സഹകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ എന്താണ് ചെയ്യേണ്ടത്? നിയമത്തിന് അങ്ങ് വിട്ടുകൊടുക്കുക. അപ്പൊ അവർ അവകാശപ്പെടുന്നത് പോലെ ഒരു പക്ഷെ സമാധി എന്നുള്ള രീതിയിൽ ഒരു ഖ്യാതി ലഭിക്കാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം നടപടിയിൽ അത് സ്വാഭാവിക മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം ഇതിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടിയ ഇമാജിനെക്കാട്ടി കൂടുതൽ, അതായത് വിശ്വസിക്കാത്തവർ വരെ വിശ്വസിക്കുന്ന തരത്തിലേക്കാണ് പോവുക. പക്ഷെ ഇത് നേരെ മറിച്ച് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അപ്പോൾ എന്തിനും ഏതിനും മതത്തെ കൂട്ടുപിടിക്കുക എന്നത് അത് ഒട്ടും അഭിലാഷമല്ല. നമ്മുടെ നാട്ടിൽ അവിടെ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനികളായാലും പ്രത്യേകിച്ചിട്ട് നമ്മുടെ കേരളം എന്നത് ഒരു മതസൗഹാർദ്ദത്തിന്റെ നാടാണ്. ഇവിടെ വർഗീയതക്ക് ഒരിക്കലും തന്നെ ഏത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ശരി, ഇവിടെ വർഗീയതയുടെ വിത്ത് പാകി കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അത് മുളക്കത്തില്ല. ഈ സംഭവത്തിന്റെ ദുരൂഹത തീർച്ചയായിട്ടും നീങ്ങേണ്ടത് തന്നെയാണ്. ഇതിന്റെ സത്യാവസ്ഥ തീർച്ചയായിട്ടും പുറത്തു വരേണ്ടത് തന്നെയാണ്.